ഇമാജിൻ 2027 ജനുവരി മാസം 1-ാം തീയതി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങളൊരു ന്യൂ ഇയർ വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ വീഡിയോ കാണുകയാണ്. എന്നിട്ട് കഴിഞ്ഞ വർഷം എഴുതിയ സെയിം ഗോൾസ് തന്നെ ഈ വർഷത്തേക്കും എഴുതി വയ്ക്കുന്നു. അഗെയിൻ സെയിം ഓൾഡ് യു. നൗ ഇമാജിൻ സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു ആൻഡ് കഴിഞ്ഞു പോയ 6 മാസത്തെക്കുറിച്ച് ആലോചിക്കുന്നു. നിങ്ങൾ ഓൾറെഡി ഒരുപാട് മാറിക്കഴിഞ്ഞു, ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്നു. കാരണം എല്ലാവരും നന്നാവാൻ വേണ്ടിയിട്ട് ജനുവരി ആവട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ഈ 6 മാസം അങ്ങനെ കടന്നു പോകും. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇനി 6 മാസം ഇല്ല, 5.5 മാസം. സോ ക്വസ്റ്റ്യൻ ഏതാണ്, ഈ 2026 അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യേണ്ടത്? എങ്ങനെയുള്ളൊരു ലൈഫിൽ നിങ്ങൾ എത്തി നിൽക്കണം? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നെക്സ്റ്റ് 6 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാം എന്നാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അൺറിയലിസ്റ്റിക് റൂട്ടീൻസ് ഒന്നും പറയുന്നില്ല, ഓൺലി ആക്ഷനബിൾ സ്റ്റെപ്സ്, റിയൽ റിസൾട്ട് നൽകുന്ന കാര്യങ്ങൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സ്റ്റെപ്പ് 1, സ്റ്റോപ്പ് ട്രൈങ് ടു ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. ചില ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫെയിലാവും. വേറൊന്നും കൊണ്ടല്ല, അവർ എല്ലാം കൂടി അങ്ങ് ഒറ്റയടിക്ക് മാറ്റാനായിട്ട് ശ്രമിക്കും. എല്ലാ ശീലങ്ങളും മാറ്റാൻ ശ്രമിക്കും. നാളെ മുതൽ 5 മണിക്ക് എഴുന്നേൽക്കും, ജിമ്മിൽ പോവും, മെഡിറ്റേഷൻ ചെയ്യും, വായിക്കും, ജേർണലിങ് ചെയ്യും, പെർഫെക്റ്റ് ഡയറ്റായിരിക്കും, ഇൻസ്റ്റാഗ്രാമൊക്കെ അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്യും, ബിസിനസ് തുടങ്ങും, ഞാനൊരു പുതിയ മനുഷ്യനാവും. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, എക്സ്ഹോസ്റ്റഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മാസീവായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഒറ്റയടിക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ ബ്രെയിൻ അത് നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യും. ബിക്കോസ് അതൊരു ത്രെറ്റായിട്ടാവും തോന്നുക. നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റം എത്രത്തോളം എക്സ്ട്രീമാണോ അത്രത്തോളം നിങ്ങളത് ഉപേക്ഷിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. റിയൽ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ അവിടെ വേണ്ടത് ഇൻറ്റൻസിറ്റി അല്ല, പകരം കൺസിസ്റ്റൻസിയാണ്. ഒരു വലിയ മരം മുറിക്കാനായിട്ട് മഴ ഉപയോഗിച്ച് ഫുള്ള് ശക്തി എടുത്ത് നിങ്ങൾ വെട്ടിയാലും ഒറ്റ വെട്ടിൽ ആ വലിയ മരം മുറിയില്ല. നിങ്ങൾ പെട്ടെന്ന് ടയേർഡ് ആവുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഒരു മോഡറേറ്റ് ഫോഴ്സിൽ കുറേ പ്രാവശ്യം വെട്ടുമ്പോൾ മരം മുറിയും. അതേപോലെ തന്നെയാണ് ലൈഫും. എങ്ങനെ എനിക്ക് എല്ലാം കൂടി ഒറ്റയടിക്ക് മാറ്റാൻ പറ്റും എന്ന് ചിന്തിക്കാതെ പകരം എനിക്ക് ഡെയിലി ചെയ്യാൻ കഴിയുന്ന, റിപ്പീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആക്ഷൻ എന്താണ്, അങ്ങനെ ചിന്തിക്കാം. മേ ബി 10 മിനിറ്റ് വർക്കൗട്ട് ആവാം, ഡെയിലി 5 പേജ് വായിക്കാം, വീക്കിലി ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യുക, ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുക. ഒറ്റയടിക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യം ഇല്ല. പകരം ഡെയിലി ആക്ഷൻ എടുക്കുന്ന ഒരാളാവുക, സ്വയം നൽകുന്ന പ്രോമിസസ് കീപ്പ് ചെയ്യുന്ന ഒരാളാവുക. അതിന് ചെറിയ ആക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേ കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. സ്റ്റെപ്പ് നമ്പർ 2, റിമൂവ് ദ ബിഗ്ഗസ്റ്റ് തീഫ് ഓഫ് യുവർ ലൈഫ്. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ദിവസം 3 മണിക്കൂർ വേസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 6 മാസം ആകുമ്പോഴേക്കും അത് 500 മണിക്കൂറാവും, 500 hours. ആ ഒരു സമയം കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നൊന്ന് ആലോചിച്ച് നോക്കാം. നല്ലൊരു സ്കില്ല് പഠിക്കാം, നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാം, 10-12 ബുക്സ് വായിക്കാം, കരിയർ തന്നെ വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാം. സോ പ്രോബ്ലം നമുക്ക് സമയമില്ല എന്നുള്ളതല്ല, പകരം സമയം എവിടേക്കോ ലീക്കായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഫോൺ നോക്കാം എന്ന് പറഞ്ഞെടുക്കും, പിന്നെ അത് 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും. ബട്ട് നമ്മളത് ശ്രദ്ധിക്കില്ല. ലാസ്റ്റ് കിടക്കാൻ നേരത്താവും ആലോചിക്കുക, ഈ സമയമൊക്കെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിതുപോലെ ശ്രദ്ധിക്കാതെ, നോട്ടീസ് ചെയ്യാതെ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഒരുപാട് സമയം വെറുതെ കളയുന്ന ഒരു കാര്യം, ആൻഡ് ദെൻ ആ കാര്യം ചെയ്യുന്നത് ഭയങ്കര ഹാർഡാക്കിയിട്ട് മാറ്റാം. മേ ബി ഏതെങ്കിലും ആപ്പാണ് എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ ബ്രൗസറിൽ അത് യൂസ് ചെയ്തോളൂ. വർക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഫോൺ വേറെ റൂമിൽ വയ്ക്കാം, ഇഫ് ദാറ്റ് ഈസ് എ ഡിസ്ട്രാക്ഷൻ ഫോർ യു. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യാം. നമ്മളുടെ എൻവയോൺമെൻറ്റ് സ്ട്രോങ് ആക്കാം, അതാണ് വേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 3, ബിൽഡ് ആൻ ഐഡൻറ്റിറ്റി, നോട്ട് എ ഗോൾ. മിക്ക ഗോൾസും ഫെയിൽ ആവുന്നത് എന്താണെന്നറിയോ? ബിക്കോസ് അതൊക്കെ ടെമ്പററി ആയിരിക്കും. 10 കിലോ കുറയ്ക്കുക, 10 ബുക്സ് വായിക്കുക, കൂടുതൽ പൈസ ഉണ്ടാക്കുക, ഇതൊക്കെ ശരിക്കും ഔട്ട്കംസ് ആണ്. സോ നിങ്ങളിതിനപ്പുറത്തേക്ക് ചിന്തിക്കുക. നിങ്ങൾ ആരാണ് ആൻഡ് എങ്ങനെയുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾക്ക് ആവേണ്ടത്. വർക്കൗട്ട് ചെയ്യണം എന്ന് പറയാതെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്ന് പറയാം. എനിക്കൊരു ബുക്ക് എഴുതണം എന്ന് പറയാതെ ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് പറയാം. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ നിങ്ങളെടുക്കുന്ന ഓരോ ആക്ഷൻസും ഒരു പ്രൂഫായിട്ട് മാറും. മോട്ടിവേഷൻ ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. യു ബിക്കം
that person. Step 4, master your attention. Your attention is your life. അഥവാ നിങ്ങൾ എന്തിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്, എന്താണോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ചിന്തകളെ അതായിരിക്കും ഷെയ്പ്പ് ചെയ്യുക. നിങ്ങളുടെ ശീലങ്ങൾ, ഇമോഷൻസ്, ഫ്യൂച്ചർ. ഇന്ന് കമ്പനീസ് മത്സരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനായിട്ട്. എവ്രി നോട്ടിഫിക്കേഷൻ, എവ്രി വീഡിയോ, എവ്രി എൻഡ്ലെസ് ഫീഡ്, ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഭയങ്കര സ്മാർട്ട് ആവണം എന്നൊന്നുമില്ല. പകരം ചെയ്തു തുടങ്ങുന്ന കാര്യം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. സോ ഒരു സിമ്പിൾ ചലഞ്ച് തരാം. അടുത്ത 6 മാസത്തേക്ക് ഡെയിലി 1 hour, 1 മണിക്കൂർ 0 ഡിസ്ട്രാക്ഷനോടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ആ 1 മണിക്കൂറിൽ ഫോൺ നോക്കരുത്, നോട്ടിഫിക്കേഷൻസ് നോക്കരുത്, മൾട്ടി ടാസ്കിങ് ചെയ്യരുത്. ഒറ്റൊരു കാര്യം ചൂസ് ചെയ്യുക ആൻഡ് അത് മാത്രം ചെയ്യാം. മേക്ക് ഇറ്റ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ്. ഡെയിലി 1 hour ഫോക്കസ്ഡ് ആയാൽ ദാറ്റ്സ് 180 hours ഓഫ് ഡീപ്പ് വർക്ക്. അത് മതി നല്ലൊരു സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് 5, ഓഡിറ്റ് യുവർ സർക്കിൾ. ദിസ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ ചുറ്റുമുള്ളവർ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഹാർഡ്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒരു ചെറിയ ഓഡിറ്റ്, എങ്ങനെയുള്ളവരാണ് എന്ന് നോക്കാം. നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടോ, അതോ കൂടുതൽ ലേസി ആക്കി മാറ്റാണോ? നല്ല കാര്യങ്ങളെ പറ്റിയാണോ കൂടുതലായിട്ട് സംസാരിക്കുന്നത്, അതോ എപ്പോഴും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുകയും കളിയാക്കലും ഒക്കെയാണോ? ദീസ് ഓൾ ഹാവ് ഇൻഫ്ലുവൻസ്. ബട്ട് എന്ന് കരുതി എല്ലാവരെയും കട്ട് ചെയ്യണം, എല്ലാവരെയും ഒഴിവാക്കണം എന്നല്ല. ബട്ട് കുറച്ചുകൂടി ഇൻറ്റൻഷനൽ ആവുക. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ആളുകളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ആളുകൾ എഴുതിയ ബുക്സ് വായിക്കാം. നിങ്ങളുടെ തിങ്കിങ് എക്സ്പാൻഡ് ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ കേൾക്കുക. പ്രോഗ്രസ് ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നതിൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റിന് ഒരു വലിയ റോള് തന്നെയാണ് ഉള്ളത്. ആൻഡ് യുവർ സ്റ്റാൻഡേർഡ്സ് ഷേപ്പ് യുവർ ഫ്യൂച്ചർ. സ്റ്റെപ്പ് 6, ക്രിയേറ്റ് എ സിസ്റ്റം ഫോർ മൊമെൻറ്റം. മോട്ടിവേഷൻ കുറച്ച് കഴിഞ്ഞാൽ പോവും, ബട്ട് സിസ്റ്റംസ് റിമെയിൻ. അതായത് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഒരു ടാസ്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന്. ആൻഡ് ഇറ്റ് ബിക്കംസ് റിപ്പീറ്റേറ്റീവ് വിത്ത് പ്രോഗ്രഷൻ. ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ജിമ്മിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എടുത്തു വയ്ക്കാം. വായിക്കാനുള്ള ബുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടേബിളിൽ വയ്ക്കാം. നാളെ ചെയ്യാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. ആൻഡ് നിങ്ങളുടെ ഹാബിറ്റ്സൊക്കെ ഒരു ബുക്കിൽ ട്രാക്ക് ചെയ്യുക. ഏതൊക്കെ ദിവസം ചെയ്തു, ഏതൊക്കെ ദിവസം മിസ് ചെയ്തു എന്നൊക്കെ. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മിസ്സാവാം, ആൻഡ് ദാറ്റ്സ് ഓക്കെ ബിക്കോസ് ലൈഫ് ഈസ് നോട്ട് പെർഫെക്റ്റ്. ബട്ട് ഡോണ്ട് മിസ് ട്വൈസ്. ദാറ്റ്സ് എ റൂൾ. ബിക്കോസ് 2 ദിവസം മിസ് ചെയ്താൽ അതൊരു പുതിയ ഹാബിറ്റിൻ്റെ തുടക്കമാണ്. സോ ബി കൺസിസ്റ്റൻറ്റ്. സോ ഇനിയുള്ള ടൈം വളരെ ക്രൂഷ്യലാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫ് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദെൻ നൗ ഈസ് ദ ടൈം ടു ബിക്കം ദ പേഴ്സൺ യു ഓൾവേസ് ഡ്രീംഡ് ഓഫ്. 2027 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു വേർഷനായിട്ട് മാറിയിട്ടുണ്ടാവണം. ബട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറുക എന്നല്ല, അതിനുള്ള സമയമാണ് ഇനിയുള്ള മാസങ്ങൾ. ആൻഡ് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ടു ബ്രിങ് എ നോട്ടീസബിൾ ട്രാൻസ്ഫോർമേഷൻ ഫോർ യുവർ ലൈഫ്. ആൻഡ് ഐ നോ അതത്ര ഈസി ആയിരിക്കില്ല, ബട്ട് എനിത്തിങ് വർത്ത് റിക്വയർസ് എഫേർട്ട് ആൻഡ് യു നീഡ് ടു പുട്ട് ദാറ്റ് എഫേർട്ട് നോ മാറ്റർ വാട്ട്. സോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാക്കി മാറ്റാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.